ഹലോ. ഇത് ഞങ്ങൾ പാലക്കാട് ചെയ്യുന്ന ഒരു ഓട്ടോമേഷൻ്റെ സൈറ്റാണ്. ഈ വീഡിയോ എന്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഓട്ടോമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ഡൗട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോയും അതിനെക്കുറിച്ച് ഒരു ഐഡിയയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോബബ്ലി ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓട്ടോമേഷൻ രീതി വരിക. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് വീട് പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫ്ലോറിനും ഓരോ DB നമുക്ക് സെറ്റ് ചെയ്യണം. ഇത് ഓട്ടോമേഷൻ DB, ഇത് മെയിൻ DB. അപ്പോൾ ഈ ഓട്ടോമേഷൻ DBയിലേക്ക് നമ്മുടെ ഡിഫറെൻ്റ് ഏരിയയിൽ നിന്നുള്ള ലോഡ് വയേഴ്സ് മുഴുവൻ ഒരു ഫ്ലോറിലുള്ള എല്ലാ ലോഡ് വയേഴ്സും നമുക്കിതിനകത്താണ് വരേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോക്സസ്, അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിനകത്തുള്ള എല്ലാ ലോഡ് വയറും ഇവിടെ വരികയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് നമ്മുടെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ചിൽ നിന്ന് ഡിജിറ്റൽ ഇൻപുട്ടാണ് നമുക്ക് വരുന്നത്. അതിവിടെ വന്നിട്ടാണ് നമ്മൾ ഈ സാധനം ഓൺ ഓഫ് ആകുന്നത്. സോ ഒരു ഫ്ലോറിലുള്ള ഇപ്പോൾ ലെറ്റ്സ് സേ ഈ ബിൽഡിങ്ങിൻ്റെ ഇതൊരു വീടാണ്. ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാ ഏരിയയിൽ നിന്നുള്ള ലോഡ് വയറും നമുക്ക് കൺട്രോളിങ് വയേഴ്സും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു Cat 6 ഈ DBയിൽ നിന്ന് കൺട്രോളിങ് വയേഴ്സ് വരുന്നത് നമുക്ക് ഇവിടെ ഒരു ടച്ച് പാനൽ വരുന്നുണ്ട്. ഇതൊരു ടച്ച് പാനലാണ്, ഇവിടെ ഒരു ടച്ച് പാനൽ വരും. ഇങ്ങോട്ടൊരു Cat 6 കേബിളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു Cat 6 കേബിൾ വരുന്നുണ്ട്. ഇതിനകത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. അതേപോലെ ഇവിടെ ഒരു Cat 6 കേബിൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ ടച്ച് പാനൽസ് വരിക. സോ നമ്മുടെ മെയിനായിട്ടുള്ള DBയിൽ നിന്ന് ഒരു Cat 6 കേബിളായിരിക്കും മെയിനായിട്ടുള്ള ആ കാണുന്ന മെയിൻ DBയിൽ നിന്ന് ഒരു Cat 6 കേബിൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്ത റൂമിലേക്ക് പോയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വയർഡ് ഓട്ടോമേഷൻ്റെ DBയിലേക്കുള്ള കേബിളിങ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഈ ഫ്ലോർ, ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിലും ഇതേപോലെ തന്നെ ഒരു DB ഉണ്ട്. അവിടേക്ക് കേബിൾ പോയിട്ടുണ്ട്. ഇത് തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും ലൂപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ വയർഡ് ഓട്ടോമേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഓട്ടോമേഷനാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇതിപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. അപ്പം പലർക്കും ഇത് ചെയ്യാനറിയില്ല, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഡൗട്ട് എന്നൊക്കെ പറയും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ സെറ്റ് ചെയ്താൽ വർഷങ്ങളോളം സ്റ്റേബിളായിട്ട് തന്നെ ഇതുണ്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ KNX, TES ഇങ്ങനെയുള്ള പല സിസ്റ്റംസും ഉണ്ട്. Cat 6 എല്ലാം വെച്ചിട്ടുള്ളത്. ഇത് ഈ സിസ്റ്റം പേടിക്കേണ്ട ഒരു സാധനമല്ല, നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ ഇത് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമായി മാറും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വയർഡ് ഓട്ടോമേഷൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളിങ്ങനെയുള്ള എല്ലാ സിസ്റ്റംസും കേരളത്തിനകത്തും പുറത്തും ചെയ്യുന്നുണ്ട്. ഇത് വൺസ് അഗൈൻ ഞാൻ ഈ സിസ്റ്റം കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. താങ്ക് യു. ദിസ് ഈസ് അശ്വിൻ ഫ്രം ഹോം ടെക്.